ഇന്ത്യയുടെ ഏക പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ജഡ്ജ്, ഡൽഹിയുടെ ഏക മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ ഏക മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഏക മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ്, പ്രധാനമന്ത്രി ശ്രീ അഭിലാഷാണ് സംസാരിക്കുന്ന. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജ്യം എന്ന് പറയുന്ന കേരളം, കന്യാകുമാരി മുതൽ തൃശ്ശൂർ വരെ, മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശ്രീ പത്മനാഭസ്വാമി എന്ന അഭിലാഷ് എന്ന ഞാൻ ജനിക്കുമ്പോൾ രാജ്യം തിരികെ നൽകണമെന്ന്. ജനിച്ചിട്ട് ഇപ്പോൾ 10-36 വർഷമായി. അതെന്തു ആയിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ പത്മനാഭസ്വാമിയുടെ നിധിയുടെ ഏക അവകാശി, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ്, പ്രധാനമന്ത്രി കൂടിയായ തിരുവിതാംകൂർ രാജ്യത്തിന്റെ രാജാവും ഇന്ത്യയുടെ ഏക പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും കേരളത്തിന്റെ, തമിഴ്നാടിന്റെ, ഡൽഹിയുടെ ഏക മുഖ്യമന്ത്രിയുമായ ശ്രീ അഭിലാഷ് എന്ന ഞാൻ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിധികളെല്ലാം ശ്രീകൃഷ്ണ അവതാരം എടുത്തപ്പോൾ സമ്പാദിച്ചതാണ്. നിധികളൊക്കെ 5126 വർഷം പഴക്കമുള്ളതാണ്. അതൊക്കെ സയന്റിഫിക്കലി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ പത്മനാഭസ്വാമി എന്ന അഭിലാഷ് എന്ന ഞാൻ ജനിച്ച വീടും അതിന് ചുറ്റുമുള്ള 30 ഏക്കർ സ്ഥലവും കേരളം ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന കരാർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റേതാണ്, എൻ്റെ മാത്രമായിരിക്കും എന്നുള്ളത്. SM കോളേജ്, ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, കൊല്ലം ജില്ലാ കളക്ടറേറ്റ്, കൊല്ലം SP ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കരയും കടലും ആകാശം ഉൾപ്പെടെ എല്ലാം എൻ്റേത് മാത്രമാണ്. തുടർന്നും അത് എൻ്റേത് മാത്രമായിരിക്കും എന്ന് ഞാൻ ഇതിനാൽ പൊതുജനത്തെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.